ബംഗ്ലാദേശിൽ ജനാധിപത്യം എന്നത് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംഘർഷഭരിതമാണ്. ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തതിനു ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അവിടെ വല്ലാത്ത പ്രക്ഷോഭത്തിലേക്കും അത് അവിടെ വലിയൊരു രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അവസാനമായി അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ധാരാളം വാർത്തകളാണ് ഓരോ ദിവസവും ബംഗ്ലാദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിത് അവസാനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ഇസ്കോൺ സന്യാസിയായ ചിന്മയ കൃഷ്ണദാസിന്റെ ജാമ്യ അപേക്ഷ കോടതിയിൽ ഇന്ന് വാദം കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലും ഇന്ന് കോടതിയിൽ ഹാജരായില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കാത്തത് കൊണ്ട് ചിറ്റഗ്രാം കോടതി, അവിടുത്തെ ധാക്കയിലെ ചിറ്റഗ്രാം കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്, വാദം കേൾക്കുന്നതിന് ജനുവരി 2-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇത് സന്യാസിയെ കൂടുതൽ നേരം ജയിലിൽ ഇടാനുള്ളൊരു തന്ത്രമാണ് എന്നാണ് അറിയുന്നത്. ഈ എന്തുകൊണ്ടാണ് വക്കീലന്മാർ വാദിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജാമ്യാപേക്ഷയിൽ ഈ സന്യാസിയുടെ ചിന്മയ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നടത്താൻ വേണ്ടിയിട്ട് വക്കീലന്മാരെത്താത്തത് പ്രധാനമായിട്ടും 70ഓളം ഹിന്ദു വക്കീലന്മാരെ, അഭിഭാഷകരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു ഈ സർക്കാർ. അത് കഴിഞ്ഞിട്ട് സീനിയറായ ഒരു വക്കീൽ, പ്രധാനമന്ത്രി രമൺ റോയ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അവിടുത്തെ ഏറ്റവും പ്രധാന സീനിയറായാണ് അദ്ദേഹം, ഹാജരാകാൻ തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു. അദ്ദേഹം ആശുപത്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രധാനമായിട്ടും ഈ വരേണ്ടിയിരുന്ന, ഹാജരാകേണ്ടിയിരുന്ന വക്കീലന്മാർക്കൊന്നും ഹാജരാകാതെ, അത് ബോധപൂർവം ഈ തീവ്രവാദികളും മത തീവ്രവാദികളും സർക്കാരും കൂടെ ചേർന്ന് ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി വരാൻ പോകുന്ന വക്കീലന്മാരെ മുഴുവനും കള്ളക്കേസിൽ കൊടുക്കുന്നു, അവരെ ആക്രമിച്ചു ആശുപത്രിയിലാക്കുന്നു. അപ്പോൾ കോടതിയിൽ വാദിക്കാൻ വക്കീലിലാകുന്നു. അതിന്റെ ഭാഗമായിട്ട് കോടതി 2-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു. ഇതാണ് ഇപ്പോൾ അവസാനമായി നടക്കുന്നത്. അതൊക്കെ ആ ഗവൺമെന്റ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവിടെ ഗവൺമെന്റ് ഒരു ജനാധിപത്യം അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ നിയമ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ ഭരണകൂടം ശ്രമിച്ചാൽ, കോടതിയിൽ ഹാജരാകാൻ ഒരു വക്കീലിനെ അനുവദിക്കാതെ അയാളെ ആക്രമിക്കുന്നു, പരിക്കേൽപ്പിക്കുന്നു, 70ഓളം വക്കീലന്മാരെ കേസെടുപ്പിച്ച് ജയിലിലിടുന്നു. ഇതൊക്കെ ജനാധിപത്യത്തെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. എന്തായാലും അവിടെ ഈ സമരം തുടങ്ങാൻ കാരണം, അല്ലെങ്കിൽ ഈ ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ, സന്യാസി സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സന്യാസിയാണ് ഈ ചിന്മയ കൃഷ്ണദാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പോലും വഷളാവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നമുക്കിവിടെ ഈ ഇസ്കോൺ എന്ന് പറയുന്ന ഈ സന്യാസി സമൂഹം എന്താണ്, പലപ്പോഴും ഇസ്കോണിലെ സന്യാസിയാണ് നമ്മൾ പറയുമ്പോഴും എന്താണ് ഇസ്കോൺ എന്ന് നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് ഈ ഇസ്കോൺ എന്നതാണ്. ഇതൊരു അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതിയാണ്. കൃഷ്ണനെ ഭഗവാനായി കാണുന്ന, ദൈവമായി കാണുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു സമിതിയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഈ ഇസ്കോൺ എന്ന സംഘടനയുടെ, അല്ലെങ്കിൽ ഈ സന്യാസ സംഘടനയുടെ പേര്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഇസ്കോൺ. ഗൗഡിയ വൈഷ്ണവരുടെ ഒരു മതസംഘടനയാണിത്. ന്യൂയോർക്കിൽ സിറ്റിയിലാണ് ഇത് സ്ഥാപിച്ചത്, നമ്മുടെ രാജ്യത്തുമല്ല, ന്യൂയോർക്ക് സിറ്റിയിലാണ്. അത് സ്വാമി പ്രഭുപാദ എന്ന സ്വാമിയാണ് ഈ ഒരു സംഘം, ഇസ്കോൺ എന്ന സംഘം രൂപീകരിക്കുന്ന 1966 ഇത് സ്ഥാപിക്കുന്നത്. അത് വിദേശത്ത് വെച്ചാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ലോകമെമ്പാടും 300-ലധികം ഇസ്കോൺ കേന്ദ്രങ്ങളുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം. കൃഷ്ണന്റെ ദിവ്യമായ പ്രതിരൂപമാണ് രാധ.
ദിവ്യപ്രേമത്തിൻ്റെ പ്രതീകവുമാണ് അവർ. അദ്വൈതത്തിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിന് സ്വന്തമായി അനന്തമായി നിലനിൽപ്പുണ്ട് എന്ന് ഇസ്കോൺ വിശ്വാസത്തിലുണ്ട്. അവരത് വിശ്വസിക്കുന്നു. ഇത് എവിടെയും ലയിച്ചു ചേരുന്നില്ല എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ വിശ്വാസ പ്രസ്ഥാനമാണ് ഇസ്കോൺ. ഇസ്കോണിന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന പേര് വന്നതു തന്നെ ഭക്തന്മാർ ഏതു നേരവും ഈ ഭജിക്കുന്നത്, അവർ ജപിക്കുന്നതുമൊക്കെ പാടുന്നതും എല്ലാം ചെയ്യുന്നത് മഹാമന്ത്രം എന്നവർ വിളിക്കുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ആ ചൊല്ലിലാണ്. അതുകൊണ്ടാണ് അവരെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ എന്ന് എന്നെ വിളിക്കുന്നത്. ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത്. ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവർത്തികളും സർവ ഐശ്വര്യമായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പിക്കണം. അങ്ങനെ അവർ സമർപ്പിക്കുന്നു. ഇത് ഇസ്കോണിന് ലോകത്താകമാനം 550-ലേറെ കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ സഹായിച്ചു. ഇവയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന ഉൾപ്പെടെ 60 കാർഷിക സമൂഹങ്ങളും 50 വിദ്യാലയങ്ങളും 90 ഭക്ഷണശാലകളും ഈ ഇസ്കോൺ എന്ന സന്യാസ സമൂഹത്തിന് കീഴിലുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഈ ഇസ്കോണിനെ എങ്ങനെ ബാധിച്ചു എന്നാണ് നമ്മൾ കാണാം. അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച. ആ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കേ യൂറോപ്പിലും ഇന്ത്യയിലുമാണ് ഈ അടുത്ത കാലത്ത് ഇസ്കോണിന്റെ അംഗസംഖ്യയിൽ വലിയ വർധനവുണ്ടായത്. അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഇസ്കോണിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അംഗസംഖ്യ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അത് എന്താണ് സന്ദേശം നൽകുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. എന്തായാലും ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോരുന്നു. ഹിന്ദു പുരാണങ്ങളെ ഈ ഭഗവാൻ സ്വാമിയെ കരുതിപ്പോകുന്നു. ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇതിൻ്റെ അടിസ്ഥാന വിശ്വാസം. 4 വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ, അതായത് 4 വൈഷ്ണവ സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, രുദ്ര, ശ്രീ, കൗമാര, ഇതിൽ അധിഷ്ഠിതമാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്നത് ഇസ്കോൺ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ പെട്ടതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ വിശാല ഹിന്ദു സംസ്കാരത്തിനുള്ളിലെ ഏകദൈവ പാരമ്പര്യമാണ് ഇത്. 5000 വർഷം പഴക്കമുള്ള സംസ്കൃത ഗ്രന്ഥമായ ഭഗവത്ഗീത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗാനം, ഭഗവത്ഗീതയെ അവർ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഗാനമെന്നാണ്. ആ ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം തന്നെ. ആ പുണ്യഗ്രന്ഥത്തിൻ്റെ പ്രഭാഷകനായ പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്കും ഹരേ കൃഷ്ണ ജപം ഏറ്റവും ഫലപ്രദമായ മാർഗമായി ഊന്നിപ്പറഞ്ഞ 16-ാം നൂറ്റാണ്ടിലെ ദൈവത്തിൻ്റെ അവതാരമായ ചൈതന്യ മഹാപ്രഭുവിലേക്കും ഇസ്കോൺ അതിൻ്റെ വംശപരമ്പര നേരിട്ട് കണ്ടെത്തുന്നു. ഈ യുഗത്തിൽ ആത്മസാക്ഷാത്കാരവും ദൈവസ്നേഹവും കൈവരിക്കുന്നതിന് ഈ ഇസ്കോണിൻ്റെ വിശ്വാസം പ്രയോജനകരമാവും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആത്മീയ ധാരണ, ഐക്യം, സമാധാനം എന്നിവയുടെ ഏറ്റവും ഉയർന്ന നേട്ടം അവർക്ക് ലഭിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ഈശ്വരബോധത്തിൻ്റെയും സാർവത്രിക തത്വങ്ങൾ ലോകത്തിലെ എല്ലാ ആളുകളെയും പരിചയപ്പെടുത്തുക എന്നതാണ് ഇസ്കോണിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ യുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എല്ലായ്പ്പോഴും ആകർഷകമായ പരമാത്മാവായ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കുകയും മഹത്വപ്പെടുത്തുകയും സ്മരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് എന്നാണ് അവരുടെ വേദഗ്രന്ഥങ്ങൾ തന്നെ ശുപാർശ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും. അതിനാൽ വിശുദ്ധ നാമങ്ങൾ ജപിക്കാൻ ഇത് ശുപാർശ ചെയ്യുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ എന്ന ഇവരുടെ നാമജപം അവൻ്റെ വിശുദ്ധ നാമത്തിൻ്റെ ശബ്ദ സ്പന്ദനങ്ങളിലൂടെ ജപിക്കുന്നയാളെ പരമാത്മാവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നാണ് ഇസ്കോൺ സന്യാസ സമൂഹം വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിന്മയ കൃഷ്ണദാസ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനം അദ്ദേഹം ആരാണ് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ചിന്മയ കൃഷ്ണദാസ് ബംഗ്ലാദേശിലെ സനാതന ജാഗരൺ മഞ്ചയുടെ വക്താവായ ഒരു ബംഗ്ലാദേശി ഹിന്ദു സന്യാസിയും സമുദായ നേതാവുമാണ്. അവിടെ പ്രത്യേക ഇസ്കോൺ സമൂഹത്തിൽ തന്നെ സനാതന ജാഗരൺ എന്ന ഒരു പ്രത്യേക വിഭാഗവും കൂടിയുണ്ട്. അതിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. ആത്മീയ ഉൾക്കാഴ്ചയ്ക്കും
ഭക്തി നിർഭരമായ സംഭാവനകൾക്കും പേരുകേട്ട ചിന്മോയ് കൃഷ്ണദാസാണ്. അദ്ദേഹം ആത്മീയ വിമോചനത്തിലേക്കുള്ള പാതയായി ദൈവത്തോടുള്ള ഭക്തിയെ ഊന്നിപ്പറയുന്ന ഭക്തിയോഗ പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമാണ് ഈ ചിന്മയ കൃഷ്ണദാസ്. പ്രാർത്ഥന, മന്ത്രം, നിസ്വാർത്ഥത, സേവനം എന്നിവയുടെ ദൈവികതയുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതും പഠിപ്പിക്കലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനമാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, ലോകം തന്നെ ശ്രദ്ധീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നു. ചിന്മയ കൃഷ്ണദാസ് ഒരു ഹിന്ദു സന്യാസിയാണ്. അദ്ദേഹം ചിറ്റഗോങ് ജില്ലയിലെ ഹദസാഗരി എന്ന സ്ഥലത്തെ വൈഷ്ണവ മത കേന്ദ്രമായ പുണ്ടരിക് ധാമിന്റെ തലവനും കൂടിയാണ്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും കൂടിയാണ് ഈ സനാതന ജാഗരൺ മഞ്ച് എന്ന് പറയുന്നത്. 2024 ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. മറ്റു മത ന്യൂനപക്ഷങ്ങളും ഒക്ടോബർ 25 സനാതൻ ജാഗരൺ മഞ്ച് ചിറ്റഗോങ്ങിലെ ലാൽ ഭിഗിയിൽ ഒരു വലിയ റാലി നടത്തി 8 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ അവിടെ ജാഥ നടത്തിയത്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ ചിന്മയ കൃഷ്ണദാസ് ആയിരുന്നു. ന്യൂനപക്ഷ സംരക്ഷണം, നിയമം, ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം രൂപീകരിക്കൽ, ക്ഷേത്ര സ്വത്തുകൾ വീണ്ടെടുക്കുന്നതിനുള്ള നിയമങ്ങൾ തുടങ്ങിയവ ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയൊരു റാലി നടത്തിയത്. ഇത്തരത്തിൽ റാലികൾ സംഘടിപ്പിക്കുകയും ഈ സനാതൻ ജാഗരൺ മഞ്ച് വളരെ ശക്തമായി ഈ ചിന്മയ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതിയിൽ, അവിടുത്തെ ധാക്ക കോടതിയിൽ, ഹൈക്കോടതിയിൽ എത്തുന്നത്. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. കോടതി അത് ആ ഒരു ഹർജിയെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അവിടെ കാണുന്നത് സന്യാസിയെ ജയിലിലടച്ച് ഇട്ടിരിക്കുന്നതും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ ജയിലിൽ കൂടുതൽ കാലം അടച്ചിടാനുള്ള തന്ത്രമാണ് അവിടുത്തെ ഭരണകൂടം കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വക്കീലന്മാര് കോടതിയിൽ എത്തിക്കാതിരിക്കാനുള്ള ഭരണകൂട ഭീകര പ്രവർത്തനവും അതുപോലെ മത തീവ്രവാദികളുടെ പ്രവർത്തനവും നടക്കുന്നത്. ഇത് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലും അതുപോലെ ത്രിപുരയിലുമൊക്കെ വല്ലാതെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയും പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ പല ഭാഗത്തും അത്തരം പ്രതിഷേധങ്ങൾ നടക്കാം. അത് ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയാകുമ്പോൾ അത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്യും. ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്നു, ഈ ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഉണ്ടായത് തന്നെ ഇന്ത്യൻ പട്ടാളം നിരവധി ചോരകൾ ഒഴുക്കിയും ഇന്ത്യൻ പട്ടാളം അധ്വാനിച്ചും ഉണ്ടാക്കി കൊടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ കാണിക്കുന്നത് തികച്ചും നന്ദികേടാണ് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.